തവണ പാപ്പിലോൺ പെയിന്റ്സ് റസ്റ്റ് കൺവേർട്ടഡ് വീഡിയോ ചെയ്തപ്പോൾ കുറെ എൻക്വയറീസും കുറച്ച് ഡൗട്ട്സും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ, ഈസി ആണോ, നമ്മുടെ കയ്യിലായ പ്രശ്നമുണ്ടോ, സ്ത്രീകൾക്ക് പറ്റുമോ, ഇങ്ങനെ അധികം കുറെ ഡൗട്ട്സ്. അപ്പോൾ ഈ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാപ്പിലോൺ പെയിന്റ്സ് റസ്റ്റ് കൺവേർട്ടർ. ഇത് യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വി ഹാവ് ടു ഷേക്ക് ഇറ്റ്. അടുത്തതായിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്ത് എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഇതിൽ ഒഴിക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഭയങ്കരമായിട്ട് തുരുമ്പൊക്കെ പിടിച്ച ഒരു പഴയ നൈഫാണ്. സോ യു ക്യാൻ സീ ദ റസ്റ്റ്, എത്രത്തോളം തുരുമ്പുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഈ അയൺ നൈഫ് ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചൊന്ന് വൈപ്പ് ചെയ്യാം. ആൻഡ് ഇനി ഏറ്റവും ഈസി ആയിട്ടുള്ള പരിപാടി, നേരെ നമ്മൾ ഇതിലേക്ക് പെയിന്റ് അടിക്കുക. അപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് കളറായിരിക്കും നമ്മൾ പെയിന്റ് അടിക്കുമ്പോൾ ഉണ്ടാവുക. ഇത് ഉണങ്ങി കഴിയുമ്പോഴാണ് ഇതിൻ്റെ പാപ്പിലോൺ മാജിക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിതിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് കഴുകാൻ വേണ്ടി നമ്മൾ തിന്നറോ അങ്ങനത്തെ സാധനങ്ങൾ വേണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഇതിനൊന്നും ആവശ്യമില്ല. ഇത് വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. കയ്യിലായാൽ പോലും ഒരു പ്രശ്നമില്ല. സാധാ വെള്ളത്തിൽ നമ്മളിതൊന്ന് കഴുകിയാൽ മതി. സോ നമുക്കിനി കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം ടു സീ ദ പാപ്പിലോൺ മാജിക്. നമ്മൾ നേരത്തെ കണ്ട പോലെ റസ്റ്റ് ഒക്കെ പോയി ആകെ നമ്മൾ തുടച്ച് ഈ റസ്റ്റ് കൺവേർട്ടർ മാത്രം അടിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഇതിൻ്റെ മേളിൽ കൂടെ നിങ്ങൾക്ക് പെയിന്റ് അടിക്കണമെങ്കിലും യു ക്യാൻ ഡു ദാറ്റ്. ഇനി നിങ്ങളുടെ വീട്ടിലെ ഏത് ഇരുമ്പ് സർഫേസും ആയിക്കോട്ടെ, റെയിലിംഗ് ആവാം, റൂഫിങ്സ് ആവാം, അല്ലെങ്കിൽ വിൻഡോ പാനൽ ആവാം, ഡോർസ് ആവാം, ഏത് അയൺ സർഫേസിലായാലും ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഓരോ വീട്ടിലും പാപ്പിലോൺ പെയിന്റ്സ് റസ്റ്റ് കൺവേർട്ടർ അത്യാവശ്യമല്ലേ?